രാവിലെ എത്തിയിട്ട് ടിക്കറ്റ് കിട്ടിയില്ലേ? രാവിലെ എത്തിയാൽ ആക്ച്വലി 3-4 ദിവസമായിട്ട് ലൈക്ക് പ്ലാൻ ചെയ്ത് വന്നതാണ്, ബോംബെന്ന് വന്നതാണ്. സോ ഇവിടെ തന്നെയാണ് സ്റ്റേ. പിന്നെ ഇന്നലെ വന്നപ്പം ആക്ച്വലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കിട്ടിയില്ല. പക്ഷെ അവിടെ നിന്ന് ബോംബെന്ന് ട്രൈ ചെയ്തപ്പം 9:30 രാവിലെ 9:30യുടെ ഒരു 9:30യുടെ ഷോ കിട്ടി. ഫ്രണ്ട് സീറ്റ് ആണ് കിട്ടിയേക്കുന്നത് 9:30യുടെയും. എന്നിട്ട് ലാലേട്ടനും ഉണ്ട്, പൃഥ്വിരാജ് സാറും വന്നിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കേൾക്കാം, എനിക്ക് കേൾക്കാം. ഐ ക്യാൻ ഹിയർ ബട്ട് ഐ കാൺ സീ. കാരണം കാല് കുത്താൻ പോലും സ്ഥലമില്ല. ഞാൻ കുറച്ച് തുറന്നു നോക്കി. ഇത് തന്നെ FDFS ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഓളത്തിൽ കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് എല്ലാ ലാലേട്ടൻ്റെ എല്ലാ FDFSനും വരാറുണ്ട്. എത്തി. ഞാൻ ഇന്നലെ രാവിലെ വന്നതാണ്. ഒരു 5:15 ആയപ്പോൾ 5:50. എനിക്ക് ആക്ച്വലി 5 o'clock എഴുന്നേറ്റു. എൻ്റെ ഇവിടെ തന്നെയാണ് സ്റ്റേ. അപ്പോൾ എനിക്ക് നടന്നു വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തി. ലാലേട്ടൻ്റെ മാത്രമല്ല, മലയാളം എല്ലാം കാണാറുണ്ട്, റിലീസും കാണാറുണ്ട്. പക്ഷേ FDFS ഒക്കെ ആകുമ്പോൾ വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. യെസ്, ലാലേട്ടൻ ഫാൻ. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ, ബട്ട് സ്റ്റിൽ പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ കാരണം ഇത്രയും നാള് നമ്മൾ ഫാനായിട്ട് ഇരിക്കുവാണ്. സോ ആക്ച്വലി ആ ഒരു നിമിത്തത്തിന് വേണ്ടി മാത്രമാണ് വരാറുള്ളത്, വേറെ അങ്ങനെ വരാറില്ല. സോ ലാലേട്ടൻ ഇങ്ങനെ കാത്തിരിക്കും, ഇപ്പോൾ ഇങ്ങനെ എപ്പോഴാ റിലീസ് ഡേറ്റ് അങ്ങനെയൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് കേരളത്തിൽ വരാറുള്ളത്. ഫാൻസുകാരുടെ ആക്ച്വലി ഫാൻസിൻ്റെ കയ്യിൽ പോലും ഇല്ല. എനിക്ക് ആക്ച്വലി ഞാൻ കുറച്ച് ഓണർ ഇങ്ങനെ വന്ന് പരിചയമുണ്ട്. പക്ഷെ പുള്ളി പോലും അകത്ത് പോകുന്നില്ല. അതായത് കവിത തിയേറ്ററിന്റെ ഓണർ പോലും അകത്തോട്ട് പോകുന്നില്ല. ഇല്ല, സ്ഥലമില്ല, അതാണ്. അപ്പൊ എവിടെ നിൽക്കുമെന്നാണ് പ്രശ്നം. നിന്നും കാണുന്നുണ്ട് ചില ആൾക്കാർ, ടെക്നിക്കൽ ക്രൂ ഒക്കെ നിന്ന് കാണുന്നുണ്ട്. അതെ 9:30 കിട്ടിയിട്ടുണ്ട്. പക്ഷെ 6 മണിയുടെ കിട്ടിയില്ല. അത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് എൻഡ് മൊമെന്റിൽ. പക്ഷെ എനിക്ക് എല്ലാം ഇത് ചെയ്യുമ്പോഴും എനിക്ക് ലാലേട്ടൻ്റെ ഒരു 47 years ഒരു ചരിഞ്ഞ തോളയിൽ ഒരു ഇൻഡസ്ട്രിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് പുള്ളി. അതായത് ആക്ടിങ്ങിനായിട്ട് മാത്രം ജനിച്ച ഒരാൾ, അതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, താങ്ക് യു.